ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. അറിയാൻ പറ്റും ഒരു അസമയത്താണ് ആക്ച്വലി ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാര്യം ഇന്ന് ടോട്ടലി നമ്മൾ പാക്ഡ് ആയിരുന്നു. ഓക്കെ, അതിന്റെ ഇടയിൽ കുറച്ചൊക്കെ ട്രേഡ്സ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസും അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യലും അവരുടെ രജിസ്ട്രേഷൻ എടുക്കലുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ സെപ്പറേറ്റ്ലി ചെയ്യാൻ എന്നുള്ള പ്ലാനിൽ വീഡിയോയുടെ തിരക്കിലും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി പാക്ഡ് ആയിരുന്നു. ബട്ട് അതിൽ വന്ന വലിയൊരു മേജർ ക്വസ്റ്റ്യൻസിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി നമ്മുടെ വീഡിയോ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. അതേ സെയിം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര ക്യാപിറ്റൽ വെച്ചിട്ടാണ് ആക്ച്വലി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് മേജർ ക്വസ്റ്റ്യൻ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് ആക്ച്വലി ഞാൻ എന്റെ ബ്രോക്കർ ആയിട്ടുള്ള currency.com ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒരു $20 അപ്ലോഡ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ $20 വെച്ച് ട്രേഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വരാം. ഇത് നമ്മളുടെ currency.com-ന്റെ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, സോ currency.com-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ സെബി പോലെ തന്നെ UK-യുടെ FCA, ഓക്കെ, ഇന്ത്യയിൽ സെബി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതേപോലെ ആക്ട് ചെയ്യുന്ന ഒരു ടീമാണ് FCA, UK ബേസ്ഡ്. അവരുടെ അപ്രൂവൽ ഉള്ള ഒരു ബ്രോക്കറാണ്, വളരെ ട്രസ്റ്റ് വർത്തിയാണ്. ഓക്കെ, ഇവരുടെ ഓഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബിഗ് ഫോർ ഓഡിറ്റിംഗ് കമ്പനീസ് ആയിട്ടുള്ള ഡിലോയിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത്രയും റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, സോ ഇതിലാണ് ഞാൻ ജസ്റ്റ് ഇതിവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ട്രേഡ് ഹിസ്റ്ററിയാണ് ടുഡേ, ഇവിടെ ഡേറ്റ് തൊട്ടുള്ളത് ടുഡേ എന്നുള്ളതാണ്. ഓക്കെ, ഇത് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, $20. ഓക്കെ, എത്ര? $20 പ്രോസസ് എപ്പോഴാണ്? രാവിലെ 12 മണിക്ക്. ഓക്കെ, രാവിലെ 12 മണിക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ആക്ച്വലി നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി യെസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. 5th ഓഗസ്റ്റ് 2021 12:06. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ വലിയ പ്രോഫിറ്റ് കാണിക്കൽ ഈസിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന്റെ പെർസെന്റേജ് കണക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് കാണിച്ച് നിങ്ങളെ വണ്ടടിപ്പിക്കുക എന്നുള്ളതിന് പകരം ചെറുതായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാം എന്നുള്ളതാണ് ആക്ച്വലി എന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇന്ന് നടത്തിയിട്ടുള്ള ഒരു ട്രേഡിന്റെ റിസൾട്ട് ആണ് ആക്ച്വലി ഇതിനകത്ത് കാണുന്നത്. ഇതിൽ കാണുന്ന റെഡ് കളറിൽ കാണുന്നത് എന്റെ ലോസ് അല്ല, നിങ്ങൾക്ക് അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്താണ്? എന്റെ കമ്മീഷൻ ആണ്. അതായത് ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഒരു ബ്രോക്കറേജ് കൊടുക്കണം എനിക്ക്, ആ ബ്രോക്കറേജ് ആണ് ആക്ച്വലി ഇവിടെ കാണുന്നത്. ഓക്കെ, സോ നമ്മൾ തുടങ്ങിയിട്ടുള്ള $20 നമ്മൾക്ക് എത്ര രൂപ ഇന്ന് നെറ്റ് പ്രോഫിറ്റ് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അവൈലബിൾ ബാലൻസ് എത്രയാണ്? 27.78. ഓക്കെ, ഇത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ്? $20. സോ $7.78 ആണ് ആക്ച്വലി ഇന്ന് എന്റെ ട്രേഡ്. ആക്ച്വലി എനിക്ക് ഫുൾ ടൈം ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാര്യം മറ്റു വർക്കുകളിലൊക്കെ ഞാൻ ബിസി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റിൽ എന്റെ ട്രേഡ് ഉള്ളത് ആക്ച്വലി വരുന്നത് ഇത് അവിടെ 12:06-നാണ്. ഓക്കെ, 12 ഫസ്റ്റ് ട്രേഡ് വരുന്നത് ഓക്കെ 12:26-നാണ്. ദെൻ അതിനുശേഷം 1:28-നാണ്. ദെൻ അതിനുശേഷം 15, അതായത് 3 മണിക്കാണ്. ദെൻ അതിനുശേഷം പിന്നീട് ട്രേഡ് എടുത്തിട്ടേ ഇല്ല. പിന്നെ 16-നാണ് ട്രേഡ് എടുക്കുന്നത്, 4:20-ന്. ദെൻ അതിനുശേഷം ട്രേഡ് എടുത്തിട്ടുള്ള എപ്പോഴാണ്? 21-നാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ട്രേഡ് ക്ലോസ് ചെയ്ത് 23-ന്. ഓക്കെ, സോ ഇതാണ് ഞാൻ ആകെ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോ ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ ഇതിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ റിസൾട്ടിനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾ നോക്കിയിട്ട് ഞാൻ എത്ര ടോട്ടൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് കാണിക്കാം ആദ്യം. ഓക്കെ, ടോട്ടൽ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഒറ്റ ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ. ഏതാണ്? നമ്മൾ പറഞ്ഞ നമ്മളിപ്പോ സംസാരിച്ച നമ്മളുടെ ടോട്ടൽ $20 മാത്രമാണ് ഡെപ്പോസിറ്റിൽ ഉള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി വിഡ്രോവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, വിഡ്രോവൽ ഉണ്ടോ? നോ ഡാറ്റ. ഓക്കെ, ദെൻ റീഫണ്ട്, നോ ഡാറ്റ. ഓക്കെ, ദെൻ കമ്മീഷനിലേക്ക് നമുക്ക് വരാം. കറക്ഷൻ, എനി ഡാറ്റ ഇല്ല. ഓക്കെ, ട്രേഡ് ക്ലോസിലേക്ക് വരാം. ഫണ്ടിങ് ഫീ ഇല്ല. ഓക്കെ, ഡിവിഡൻഡ് അഡ്ജസ്റ്റഡ് ഇല്ല. ഓക്കെ,
രണ്ടോ ഒഴിവാക്കാം. ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ? അതുമില്ല. ഓക്കെ, ബോണസ് ഇല്ല, റഫറൽ ബോണസ് ഒന്നുമില്ല. ഓക്കെ, സോ ആകെ ഇതിനകത്ത് ഉള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഡെപ്പോസിറ്റ്, ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. രണ്ട് കമ്മീഷൻ. ഓക്കെ, ഇന്ന് ഞാൻ 9 ട്രേഡുകളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. ഈ 9 ട്രേഡുകൾക്കായി ഞാൻ ടോട്ടൽ കൊടുത്തിട്ടുള്ള കമ്മീഷൻ അല്ലെങ്കിൽ എന്റെ ബ്രോക്കറേജ് ചാർജ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അതിനെ മാറ്റി നിർത്താം. ഓക്കെ, ബ്രോക്കറേജ് കഴിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ് ആക്ച്വലി $7, $7.78 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ട്രേഡ് ക്ലോസ്, എത്ര ട്രേഡ് ക്ലോസ്, ഇതിന്റെ ഡീറ്റെയിൽസ് മാത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസിലി കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും ട്രേഡ് ആണ് ആക്ച്വലി നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ന്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫർദർ ഡാറ്റാസ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, ദെൻ ആദ്യത്തെ ട്രേഡിൽ നമുക്ക് കിട്ടുന്നത് $1 29 പിന്നെ 29 സെന്റ് ആയിരുന്നു. ദെൻ അതിന് ശേഷം 44 സെന്റ്, 87 സെന്റ്, 0.03 സെന്റ്. ഓക്കെ, ദെൻ അതിന് ശേഷം നമുക്ക് 0.36 സെന്റ്, അതേപോലെ തന്നെ $2.56, $2.68, $1.47. ഓക്കെ, ദെൻ 59 സെന്റ്. ഓക്കെ, ഇത്രയും ടോട്ടൽ 9 ട്രേഡുകളാണ് എടുത്തത്. 9 ട്രേഡിൽ ഓക്കെ, ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ്, ഇവിടെ 9 ട്രേഡ് നമ്മൾ എടുത്തപ്പോ 9 നമുക്ക് വിന്നിങ് ആണ്. ഓക്കെ, ഒരു ലോസ് ആയ ട്രേഡ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് ആക്ച്വലി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ചെറിയ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പെർസെന്റേജിനെ നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർസെന്റേജ് വൈസിലേക്ക് നമുക്ക് വരാം. ഇനി സോ അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള റിട്ടേൺ ആക്ച്വലി ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഇതിനകത്ത് വെറും ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 9 ട്രേഡ് എടുത്തപ്പോ 9 ട്രേഡും നമുക്ക് ഇന്ന് പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ടാണ്, ആകെ $20 ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1% ആണ് നമ്മളുടെ. അപ്പോൾ വളരെ വളരെ ചെറിയ ഒരു ക്യാപിറ്റൽ വെച്ചിട്ടാണ് ആക്ച്വലി ഈ ട്രേഡ് നടത്തിയിട്ടുള്ളത്. ദെൻ നമുക്ക് അതിന്റെ ഒരു റവന്യൂ പാർട്ടിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, 7.78 USD to INR. ഓക്കെ, USD to INR 576 രൂപ പ്രോഫിറ്റ് ആണ് ആക്ച്വലി ഇന്ന് നമ്മൾ ഇന്ത്യൻ മണിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ മണിയിൽ ആകെ 9 ട്രേഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഞാൻ എടുത്ത ടൈമിംഗ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 12 മണിക്ക്, അതിനുശേഷം 1 മണിക്ക് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രേഡ് എടുത്തത്. ദെൻ അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രേഡ് എടുത്തത്. ദെൻ അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രേഡ്. പിന്നീട് 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പിറ്റത്തെ ട്രേഡ് എടുത്തുള്ളത്. സോ വളരെ റിലാക്സ് ചെയ്ത്, അതായത് ഞാൻ എന്റെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇടയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, ആർക്കും നിങ്ങളുടെ ഒരു ജോലിക്ക് തടസ്സം വരാണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് തടസ്സം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് മാന്യമായ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി നമ്മുടെ ഫോറക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇനി മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ പെർസെന്റേജ് വൈസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് എനിക്ക് $20 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോ, ഓക്കെ, $20 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് വെച്ചാൽ $7.78 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ $20. ഓക്കെ, ദെൻ പെർസെന്റേജ് 38% ആണ് ആക്ച്വലി എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടും. അതായത് നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇല്ല, ഓക്കെ, ഞാൻ കാണിച്ചു. ഞാൻ കാൽക്കുലേറ്ററിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് $7.78 ആണ് കിട്ടിയിട്ടുള്ളത്. ഡിവൈഡ് ബൈ 20, ഓക്കെ, ഇൻറ്റു 39% പ്രോഫിറ്റ് ആണ് ആക്ച്വലി നമ്മൾ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഏതാണ്ട് ഒരു എന്താ പറയാ, ഒക്കെ ഒരു മണിക്കൂർ ആക്ച്വലി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 12:27
അങ്ങനെ നോക്കുകയാണെങ്കിൽ. ബട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് നിങ്ങൾക്കും നേടാൻ കഴിയും, നിങ്ങൾക്ക് നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ 2 ഡേയ്സിന്റെ ക്യാമ്പ് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് റിയലി ഏത് സ്ട്രാറ്റജി, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ട്രേഡിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമിലൂടെ കാണാൻ കഴിയും. കാണാൻ കഴിയാന്ന് മാത്രമല്ല, നിങ്ങൾക്കും ഇത് പോസിബിൾ ആണ്, വെരി സിമ്പിൾ ആണ്. ഓക്കെ, സോ താങ്ക് യു, വെരി 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 വെരി